ഗണാധീശനായ ഭഗവാൻ നിത്യജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സകല തടസ്സങ്ങളെയും ഇല്ലാതാക്കി സുശോഭനമായ ഭാവിയെ വരപ്രസാദമാക്കുന്നവനാണ്. തടസ്സങ്ങൾ ഏതൊരാളിൻ്റെയും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലായി വന്നു ഭവിക്കാറുണ്ട്. ആ വിഘ്നങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനും ജീവിതത്തിന് പുതിയ വെളിച്ചം നൽകുവാനും ആദ്യം സ്മരിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും വിഘ്നഹരദേവനായ ശ്രീ മഹാഗണപതിയെയാണ്. ഏതു നല്ല കാര്യത്തിലും തുടക്കത്തിലും പൂജാർപ്പണം നടത്തേണ്ടത് ഗണേശനാണ്. പലരും ഗണേശാരാധന ഭയത്തിൻ്റെ ഭാഗമായാണ് നടത്തിവരാറുള്ളത്. അഗ്രിമപൂജ ഭഗവാന് നൽകിയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശുഭമായി ഭവിക്കില്ലെന്ന വിശ്വാസമാണ് അതിന് ആധാരം. യഥാർത്ഥത്തിൽ ഭയമുള്ളിടത്ത് ഭക്തി വിദൂരമായിരിക്കും. ഭയമില്ലാതാക്കി ഭക്തിപൂർവം ഭഗവാനോട് സങ്കടങ്ങൾ ഉണർത്തിച്ചാൽ സർവാഭീഷ്ടങ്ങളും സാധ്യമാക്കി തരും ഭഗവാൻ. ഹൈന്ദവ ദേവതാ സങ്കല്പങ്ങളിൽ മനുഷ്യപ്രകൃതി കൂടാതെ ഇതര മൃഗപക്ഷി സ്വരൂപങ്ങളെയും ദൈവീക പരിവേഷത്തോടെ ആരാധിച്ചു വരുന്നുണ്ട്. ഗജമുഖനായ ഗണപതി, വാനരമുഖനായ ഹനുമാൻ, പക്ഷീന്ദ്ര ശ്രേഷ്ഠനായ ഗരുഡൻ, ഋഷഭശിരസുള്ള നന്ദി, അശ്വമുഖനായ ഹയഗ്രീവമൂർത്തി എന്നിങ്ങനെ ഒരുപക്ഷെ ഈ ദേവതാ സ്വരൂപങ്ങളെല്ലാം തന്നെ സർവജഗത്തിൻ്റെയും വിശാല വീക്ഷണവുമായിരിക്കാം. ഇക്കൂട്ടത്തിൽ ദേശഭേദമില്ലാതെ ഭാരതത്തിലുടനീളം ആരാധിക്കപ്പെടുന്നത് ഗജമുഖനായ ശ്രീ മഹാഗണപതിയെയാണ്. സർവദേവതകളും അനുഗ്രഹിക്കുവാൻ തയ്യാറായാലും ഗണേശപ്രീതിയില്ലെങ്കിൽ ഒന്നും ശുഭമാകില്ല. വലിയ യജ്ഞങ്ങളും മഹായാഗങ്ങളും പോലും ശുഭമാകണമെങ്കിൽ അഗ്രപൂജയ്ക്കധികാരിയായ ശ്രീ വിനായക പെരുമാളിൻ്റെ മനസ്സ് തെളിയണം. ഗ്രഹനിലയിൽ കേതു അനിഷ്ടസ്ഥാനത്ത് വരിക, പൂർവിക സുഹൃതസ്ഥാനത്ത് ഗണപതി അപ്രീതി, ശുക്രൻ്റെ അനിഷ്ടസ്ഥാനം, ഇവ ഗണപതിയുടെ പ്രീതി വേണമെന്ന സൂചനയാണ് നമ്മളുടെ ഗ്രഹനിലയിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ. ഭൂമിയുടെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്. മൂലാധികാരസ്ഥിതനായ ഗണപതിയാണ് കുണ്ഡലിനി തത്വത്തിൻ്റെ അടിസ്ഥാനം. ആയതിനാൽ ധനം, ഭൗതിക സുഖഭോഗങ്ങൾ, ഐശ്വര്യം, കീർത്തി ഇവ ഗണപതിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. സർവദേവന്മാരിൽ നിന്നും പ്രത്യേക പരിഗണനയും അംഗീകാരവുമാണ് ഗണപതിക്കുള്ളത്. ഗ്രാമത്തിൻ്റെയും കോട്ടയുടെയും പ്രവേശനദ്വാരത്തിലും ആൽമരത്തിൻ്റെ ചുവട്ടിലും ക്ഷേത്രത്തിൻ്റെ കടന്നു ചെല്ലുന്ന ദിക്കിലും ശിവക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലുമാണ് ഗണപതിയുടെ സ്ഥാനം. നിൽക്കുന്നതും ഇരിക്കുന്നതും നൃത്തം വയ്ക്കുന്നതുമായ ഗണപതി രൂപങ്ങളുണ്ട്. മുഖ്യമായവ ഇടംപിരിയും വലംപിരിയുമാണ്. തുമ്പിക്കൈ അടിസ്ഥാനമാക്കിയാണ് ഇത് ഇടംപിരിയും വലംപിരിയുമാകുന്നത്. ശിവന്റെ ആകാരാംശമാണ് ഗണപതി. വിഘ്നങ്ങളകറ്റി ഭരിക്കുന്നതിനാൽ വിഘ്നേശ്വരൻ എന്ന പേരുണ്ടായി. ഗണപതി ലംബോദരനാകുന്നത് അഖണ്ഡഗോളങ്ങളെ തൻ്റെ വയറ്റിൽ സംസ്ഥാപിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങളെ സംഭവിക്കപ്പെട്ടവനായതുകൊണ്ടാണ്. മഹാഗണപതിക്ക് നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ.